ശരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ളതല്ല, എനിക്കുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് എന്നോട് തന്നെയാണ്. മക്കളെ, നമ്മളെല്ലാവരും പ്രിപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്, എക്സാമിന് വേണ്ടി പഠിക്കുന്നുണ്ട്, പഠിക്കാൻ നമ്മൾ പല രീതിയിലുള്ള എഫേർട്ട് ഇടാറുണ്ട്. പക്ഷേ എപ്പോഴും നമുക്ക് വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ശരിയാണ്. ആസ് എ ടീച്ചർ ഞങ്ങളും എന്ത് ചെയ്യാറുണ്ട്? പ്രിപ്പറേഷൻസ് നടത്താറുണ്ട്. നിങ്ങളെ മുമ്പിൽ വന്ന് ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ ചെയ്യാറുണ്ട്. സോ ആ സമയത്തൊക്കെ പല ഡിസ്ട്രാക്ഷൻസ് ഞങ്ങൾക്കും വരാറുണ്ട്. ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നൺ അതർ ദാൻ ഇയാളാണ് അല്ലേ. അപ്പം ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾക്കുള്ള അതേപോലെ തന്നെ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. കാരണം നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ യൂസേജ് വരുന്നത് സത്യം പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെയല്ല. പല കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുന്നതിനോടൊപ്പം റിസർച്ച് നടത്തുന്നതിനോടൊപ്പം എന്ത് വേണ്ടി വരും? ഈ ഫോണ് കയ്യിൽ വേണ്ടി വരും. അപ്പോൾ ഞങ്ങൾക്ക് മൊത്തത്തിൽ കണ്ട് ഒഴിവാക്കി വെക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഇയാളെ കൊണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സിറ്റുവേഷൻ മറികടക്കുക എന്ന് പറഞ്ഞാൽ, ആ ഡിസ്ട്രാക്ഷൻ മറികടക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമായ പരിപാടി. സത്യം പറയല്ലോ, വളരെ പ്രയാസം. ഞാനൊക്കെ വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ് ഞങ്ങൾ ഇതിനു വേണ്ടി ചെയ്യുക, അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ഞങ്ങൾ എങ്ങനെ പെരുമാറും, എന്ത് ആക്ഷൻ എടുക്കും എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ഇത് ഉറപ്പായിട്ടും ബെനിഫിഷ്യൽ ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ മക്കളെ, ഏറ്റവും വലിയ പ്രശ്നം ഈ ചങ്ങായിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഏറ്റവും ബെസ്റ്റായൊരു വഴി പറഞ്ഞുതരാം. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫോൺ നോക്കിയല്ലാതെ ലൈവ് ക്ലാസ് കണ്ടല്ലാതെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ചങ്ങായി എന്ത് ചെയ്യുക? നമ്മുടെ അലമാരയിലേക്ക് അങ്ങോട്ട് മാറ്റാം. അതാണ് ഏറ്റവും വലിയ പരിപാടി. സൈലൻ്റാക്കിയിട്ട് ഇപ്പം നിങ്ങളുടെ മദറിൻ്റെ അല്ലെങ്കിൽ ഫാദറിൻ്റെ ഒക്കെ ഫോണാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഏൽപ്പിക്കുക. കുറച്ച് നേരത്തേക്ക് എനിക്ക് തരരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കൈ കൊടുക്കുക. ഇനി നിങ്ങൾക്കായിട്ടൊരു ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് അങ്ങോട്ട് അലമറയിൽ വെക്കുക, സൈലൻ്റ് ആക്കുക, വേണമെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് ചെയ്യുക, അടച്ചു വെക്കുക. എന്നിട്ട് പഠിക്കുന്ന സമയത്ത് ഈ ചങ്ങായിനെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക. റെഡി? എന്നിട്ട് ഇനി നമ്മൾ സെയിമാണ് കേട്ടോ. ഇനി ഞാനും നിങ്ങളും ഒരുപോലെയാണ്. നിങ്ങൾക്കുള്ള കണ്ടീഷൻസും എനിക്കുള്ള കണ്ടീഷൻസും ഒരുപോലെയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 25 മിനിറ്റ്സിൻ്റെ സ്ലോട്ടുകളാക്കുക. 25 മിനിറ്റ്സിൻ്റെ എന്ത് ചെയ്യുക? ടൈം ഇൻ്റർവെൽസ് നിങ്ങൾ എന്ത് ചെയ്യുക? ഉണ്ടാക്കി വെക്കുക. വിച്ച് മീൻസ് 25 മിനിറ്റ്സ് നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ മൈൻഡിൽ ഫിക്സ് ചെയ്യുക, ഞാനിപ്പോൾ പഠിക്കാൻ പോകുന്നത് മണിക്കൂർ കണക്കിനൊന്നും ഞാൻ പഠിക്കാൻ പോകുന്നില്ല. ഞാൻ വെറും 25 മിനിറ്റ് മാത്രമാണ് എൻ്റെ മുമ്പിലുള്ളത്. വെറും 25 മിനിറ്റ്. ആ സമയം ഞാൻ ഏറ്റവും എഫക്റ്റീവായിട്ട് എൻ്റെ ലൈഫിൽ ദ ബെസ്റ്റ് ടൈമായിട്ട് ഞാൻ ഇതുവരെ പഠിച്ചതിൽ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് പഠിച്ച ആ ഒരു പഠിത്തം ഞാനിതാ പെർഫോം ചെയ്യാൻ പോവുകയാണ് എന്നുള്ള ഇൻറ്റൻഷൻ മനസ്സ് കൊണ്ടുവരിക. 25 മിനിറ്റ്സ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ ആരും വരില്ല, നിങ്ങൾക്കറിയാലോ. സോ നമുക്ക് വേണ്ടി ഈ 25 മിനിറ്റ്സ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുക. ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. റെഡി? എന്നിട്ട് ആ 25 മിനിറ്റ് അവസാനിക്കുന്ന സമയത്ത് നിങ്ങളെ ഒരു സെൽഫ് എസ്റ്റീം നിങ്ങൾക്ക് ഉണ്ടാവണം. അഥവാ കുറച്ചധികം ഞാൻ പഠിച്ചു, ഞാൻ വളരെ ഫോക്കസ്ഡ് ആയിട്ട് വളരെ പ്രൊഡക്റ്റീവായിട്ട് 25 മിനിറ്റ് ഞാൻ പഠിച്ചു എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവുന്ന രീതിയിലാവണം ആ 25 മിനിറ്റ് അവസാനിക്കേണ്ടത്. എന്നിട്ട് 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, പുറത്തേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ ഒന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ട്, അല്ലെങ്കിൽ വീടിൻ്റെ മുകളിൽ നിന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുക? ഒരു 5 മിനിറ്റ് ഉമ്മയോട് വർത്തമാനം പറയുക, അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ആരൊക്കെ വന്ന് നോക്കുക. ജസ്റ്റ് ഒന്ന് എൻവയോൺമെൻറ്റ് നിങ്ങൾ നിരീക്ഷിക്കുക. വെറും 5 മിനിറ്റ് മാത്രം അത് ചെയ്യാം. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ആ 5 മിനിറ്റിനെ നിങ്ങൾ 6 മിനിറ്റ് ആവാതെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളെ വിജയം. സോ ഈ 5 മിനിറ്റ് ഒരിക്കലും എന്ത് ചെയ്യരുത്? 5 മിനിറ്റ് 10 മിനിറ്റ് ആവരുത്. അത് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് അത് കറക്റ്റ് ആക്കുക. എഗെയിൻ തിരിച്ചു വരുന്നു, 25 മിനിറ്റിൻ്റെ അടുത്ത സ്ലോട്ട് പഠിക്കുന്നു. എഗെയിൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു? 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ ബ്രേക്ക് എടുക്കുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് ഒരു 3 സ്ലോട്ടൊക്കെ കഴിയുന്ന സമയത്ത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒരു ദിവസത്തെ മാക്സിമം എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട്, എങ്ങനെ ഫ്രൂട്ട്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ നിങ്ങൾ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. സോ ഇതിന് ടെക്നിക്കലായിട്ടൊരു വേർഡൊക്കെ പറയും, പോമഡോറോ ടെക്നിക്കൊക്കെ പറയും. അത് നമ്മൾ അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെ 25 മിനിറ്റ്സിൻ്റെ ഓരോ ടൈം പീരീഡ് ആക്കിയിട്ട് 5 മിനിറ്റ് റെസ്റ്റ് എടുത്ത് നിങ്ങൾ പഠിക്കുക. ആൻഡ് അറ്റ് ലാസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയാറില്ലേ? ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്. എടാ, ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക. എപ്പോഴും നിങ്ങൾ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾ ആകെ എക്സോസ്റ്റ് ആയിട്ട് പോകും. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം നല്ലോണം കുടിക്കുക. ആ ദിവസത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് വേണ്ടി റിവാർഡ് കൊടുക്കുക. എന്തെങ്കിലും, ഫോർ എക്സാമ്പിൾ ഒരു കിറ്റ്കാറ്റോ, അല്ലെങ്കിൽ ഒരു മഞ്ചോ, ഒരു ഡയറി മിൽക്കോ, ഒരു ചെറിയ എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ വാങ്ങി നിങ്ങൾ തന്നെ കഴിക്കുക. വളരെ മനോഹരമായിട്ട് ആ ദിവസം അവസാനിക്കും.
സോ ഇതൊക്കെ ഞങ്ങൾ പരീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ഞങ്ങൾ ആസ് എ ടീച്ചർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞത്. ഇതിന് എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾക്ക് ഉറപ്പാണ് റിസൾട്ട് കിട്ടും, നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു മാറ്റം കാണാൻ പറ്റുമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഒരു ഡൗട്ടും വേണ്ട അതിൽ. സോ ഗൈസ്, ഓൾ ദ വെരി ബെസ്റ്റ്. ഞാൻ നിങ്ങൾക്ക് തന്നെ ആദ്യം ഒരു ഓൾ ദി ബെസ്റ്റ് പറയുകയാണ്. ആൻഡ് നിങ്ങൾ ഈ പ്ലാൻ ചെയ്ത് നോക്കാൻ, ഒരു സാധനം ചെയ്ത് നോക്കാൻ നമുക്കൊരു റെഡിനെസ് നമ്മൾ കാണിക്കണം അല്ലേ? അത് വേറെ ആരും വന്ന് പറഞ്ഞില്ല നമുക്ക്. സോ നിങ്ങൾ റെഡി ആണെങ്കിൽ ഒന്ന് റെഡി എന്ന് ഇവിടെ താഴത്ത് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഡു ഇറ്റ് യുവർ സെൽഫ് ആൻഡ് ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യു. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആവാൻ നിങ്ങൾ ശ്രമിക്കുക. സോ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ.